നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? രണ്ട് കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് എൻ്റെ ഹേറ്റേഴ്സിനോട്, ഒന്ന് എൻ്റെ സപ്പോർട്ടേഴ്സിനോട്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ എപ്പിഡോസ് നമ്പർ 4. ഈ 4-നകത്ത് ഇന്നലത്തെ 3 എനിക്ക് അതീവ പരിതാപകരമായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് 4 ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. ഹൈലി സാറ്റിസ്ഫൈങ് എപ്പിസോഡായിരുന്നു എനിക്ക് ഈ 4ാമത്തെ എപ്പിസോഡ്. ഒത്തിരി ആൾക്കാർ ഇത് ഭയങ്കര ബോറാണ്, കൂതറാണെന്നൊക്കെ പറയുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര രസം തോന്നി. ആ രസം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. ഓക്കെ, ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങി. അഗ്നിപരീക്ഷ തുടങ്ങുമ്പോഴത്തേനും ഇല്ല മറ്റേ പാട്ട് കേൾക്കും, അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷ. ഇതാർക്കാണ് അഗ്നിപരീക്ഷ? ആ മത്സരിക്കുന്നവർക്കാണോ അതോ കാണുന്നവർക്കാണോ എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ അഗ്നിപരീക്ഷയിൽ ആദ്യം റെനീഷ വന്നിട്ട് ആസ് യൂഷ്വൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ടീമിനെ 4ആയി തരംതിരിക്കും. 4ആയിട്ട് തരംതിരിക്കുന്ന ഈ തവണത്തെ വേറൊരു രീതിയിലാണ്. അതാണ് റെനീഷയുടെ കയ്യിലൊരു പെട്ടി കണ്ട. ഈ പെട്ടിക്കകത്ത് കുറെ തുണ്ട് പേപ്പറിനകത്ത് നമ്മൾ പണ്ട് പരീക്ഷയ്ക്ക് തുണ്ട് എഴുതുന്ന പോലെ അഖിൽ മാരാർ, റിയ സലീം, രഞ്ജിനി ഹരിദാസ്, അതിൻ്റെ കൂടെ ആങ്കറായ ഞാനും എന്ന് പറഞ്ഞ് പേരെഴുതിയിട്ടുണ്ട്. ഇത് അവർ നറുക്കെടുക്കണം. ആരുടെയിലാണോ ഇത് കിട്ടുന്നത് അവർ ആ ടീമിലേക്ക് പോകും. ഇതാണ് സംഭവം. അങ്ങനെ ഈ ടീമുകളെ 4ആയിട്ട് തരംതിരിച്ചിട്ട് ഇവർക്ക് കുറച്ച് ടാസ്കുകൾ കൊടുക്കും. അതായത് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊരു പസിൽ കിട്ടും. 2ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2ാമത്തെ പസിൽ കിട്ടും. 3ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പസിൽ കിട്ടണമല്ലോ. ഈ പസിലെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവർ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം. അതിങ്ങനെ ചേർത്ത് വെക്കുമ്പോഴത്തേന് അതൊരു ഫോട്ടോ ആയിട്ട് രൂപാന്തരപ്പെടും. ഇതാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സംഭവം നമ്മൾ സ്കൂളിലൊക്കെ കണ്ട ഞഞ്ഞ ടാസ്ക് ആണെങ്കിലും സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഇത് 1ാമത്തെ ടീമിൻ്റെ 1ാമത്തെ ടാസ്ക്. ഇത് അഖിൽമാരാറുടെ ടീമാണ്. 1ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ 3 സാധനങ്ങൾ ഇരിക്കുന്ന നിങ്ങളുണ്ടാവും. അതേ ഒരു നീളമുള്ള ഡമ്പിള്, ഈ കൊച്ചി പിടിച്ച് പൊക്കുന്ന ഒരു സുനാപ്പി, വേറൊരു കുട്ടി എന്തോ ഒരു ഡമ്പിള്. ഇതൊക്കെയാണ് ഇരിക്കുന്ന സാധനങ്ങൾ. ഞാൻ ജിംബോ എന്നല്ല, എനിക്ക് കിണപ്പൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മളൊക്കെ കൊട്ടപയറിൻ്റെ ആളുകളല്ലേ. അപ്പോൾ ഇങ്ങനെ 3 സാധനങ്ങളുണ്ട്. ഇതിന് എന്തോ ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർ ഒരു വെയിറ്റ് എന്ന് പറയും. നീ പൊക്കുന്ന സുനാപ്പിക്ക് 45 കിലോ. സോ ആ സാധനം കാണിച്ചുകൊണ്ട് ഇവർ വെയിറ്റിങ്ങിനെ പൊക്കണം. അതായത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ സാധനം. നമ്മളെ ഒരു ഫൺ ജനറേറ്റ് ചെയ്യണം. ഇതാണ് ഇതിനകത്തെ ഏറ്റവും ഈസി ആയിട്ടുള്ള ടാസ്ക്. ഈ ടാസ്ക് ഇവർ രണ്ടുപേരുമാണ് ആദ്യം വന്നത്. ഇതിനകത്ത് ഈ ചേട്ടനുണ്ടല്ല, ഇദ്ദേഹം വൻ ഫൺ പരിപാടി കേട്ടോ. ഇദ്ദേഹം കോമഡിക്ക ബാബേന, നിങ്ങൾക്കറിയാമോ? അതേപോലത്തെ പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത്. അങ്ങനെ ഇവർ ആ സാധനം ചെയ്തു. 2ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരം. ഇതാണ് 2ാമത്തെ ടാസ്ക്. മാക്കൊന്ന് ഫുഡ് കഴിക്കണം. ഇതാണ് 2ാമത്തെ ടാസ്ക്. ഒരു കുഴിമന്തി ഉണ്ടാവും, 2 ലസ്സി ഉണ്ടാവും, ഒരു ബർഗർ ഉണ്ടാവും, കുറച്ച് വെള്ളം ഉണ്ടാവും. ഇത് മൊത്തം കഴിച്ച് തീർക്കുക എന്നുള്ള ടാസ്ക്. ഇത് ഭയങ്കര ടാസ്ക്കാണ്. കാണുമ്പോൾ നമുക്ക് പിന്നെ പുട്ടല്ലേ അങ്ങ് തിന്നാ പോരെ, കുറച്ച് ഫുഡ് തിന്നെന്ത് എത്ര പാടെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ കഴിക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരുപാട് അടുത്ത് കേട്ടിട്ടില്ലേ, എത്ര കൊടുത്താലും മതിയെന്ന് പറയുന്ന ഒരു സാധനം. ഒരുപാട് കൊടുത്താൽ മതി ഇനിയും ചോറ് വേണ്ടോ വയറ് നിറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഫുഡ്. അപ്പോൾ ഒത്തിരി ഫുഡ് ഒരാളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല ആണ് സംഭവം. ഇതാണ് ഫുഡ്. ഇത് കുറേ പേര് വാളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇതാണ് 2ാമത്തെ ടാസ്ക്. ഈ ടാസ്ക് തീരുമ്പോൾ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രമല്ല, ഒരു ബേസ് ബോർഡ് കൂട്. ആ കൂടിനകത്ത് നിന്ന് പസിലെടുക്കുക, മറ്റൊരു കൂട് വെച്ചിട്ടുണ്ട്. ആ കൂടിനകത്തിട്ട് ഈ പസിൽ കൊണ്ടിടുക. ഇതാണ് ബേസിക് സാധനം. 3ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 2 പേര് വെച്ചിട്ടായിരുന്നു കേട്ടോ. 3ാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്ട് PVC പൈപ്പ് ഇട്ടിട്ട് ഒരു പ്രത്യേകതരം DIY സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ചോണ്ട് മറ്റേ ഈ സർക്കസ് നമ്മൾ കാണുമല്ലോ, റോഡ് സൈഡ് ഇങ്ങനെ നൂല് കെട്ടിയിട്ട് നൂലെ കൂടെ നടക്കുന്നത്, അതേപോലെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ആ കമ്പെ കൂടെ അങ്ങോട്ട് നടക്കുക, അവിടുന്ന് അടുത്ത ബോൾ ഇടുക, ഇങ്ങോട്ട് നടക്കുക, അടുത്ത ബോൾ ഇടുക, അങ്ങോട്ട് നടക്കുക. ഇതാണ് അടുത്ത ടാസ്ക്. ഇതാണ് സംഭവം. കടാ ഇത് ഈ നൂൽപ്പത്തെ കൂടെ ഇങ്ങനെ നടന്നു പോകണം. പണ്ടൊരു പടത്തിൽ ഇന്ദ്രൻസ് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കള്ള് കുടിച്ച് ഡാൻസ് കളിച്ചിട്ട് ജയറാമിൻ്റെ ഒരു പടത്തിനകത്ത്, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുക എന്നുള്ളതാണ് ഇതിനകത്തെ ടാസ്ക്. ഈ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ ഒരു സാധനം, അഖിൽമാരല്ല മൊത്തത്തിൽ ഇവിടെ നടന്നൊരു സാധനം ഞാൻ കാണിക്കാം. സത്യത്തിൽ പൂജയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തൊരു വല്ലാത്ത ജാതി വെറുപ്പീര്. 2ാമത്തെ എപ്പിസോഡിൽ തുടങ്ങിയത് പൂജയുടെ വെറുപ്പീര്. ഇവിടെ വെറുപ്പിക്കും, റീൽസിൽ വന്നിട്ട് ഞാൻ സൂപ്പർ ഇട്ടോ, ഞാൻ കിടിൽ വിട്ടോ, ഇത് അൺഫെയർ. ഇപ്പുറത്ത് വന്ന് ഓരോ തോന്നിയ ദിവസം കാണിക്കും, അപ്പുറത്ത് വന്ന് അൺഫെയർ. വീണ്ടും ബിഗ് ബോസ് എന്തെങ്കിലും കാണിക്കും, റീലിൽ പോയി അൺഫെയർ. എൻ്റെ പൊന്നു പൂജ, അഗ്രസീവ്നെസ് അല്ല ഈ ഗെയിം. നിങ്ങളൊരു എന്റർടൈൻമെന്റ് കൊണ്ടുവരൂ. അല്ലെങ്കിൽ അഗ്രസീവ്നെസ് കാണുമ്പോൾ നിങ്ങളുടെ സൈഡിൽ ന്യായം ഉണ്ടെന്ന് നമുക്ക് തോന്നണം.
ഇന്നലെ ഇത് പൊക്കിക്കൊണ്ട് നടന്നപ്പോഴത്തേന് അയാളെ നിർത്തിയിട്ട് പോടാന്ന് പറയുന്നു. എന്നിട്ട് റീല് വന്നിട്ട് നിർത്തിയിട്ട് പോടാന്ന് പറയാൻ അയാൾ എലിജിബിളാ, അയാൾ എന്നെ അതിന് മുമ്പ് പോടിയെന്ന് വിളിച്ച്. അപ്പൊ ഞാൻ തിരിച്ച് പോടാന്ന് പറയണ്ടേ. പൂജ എക്സ്ട്രീം വെറുപ്പീരായിട്ടാണ് എനിക്കിതിനകത്ത് ഫീൽ ചെയ്തത്. അവർക്ക് ഒരുപാട് സ്കില്ലുണ്ട്, കഴിവുകളുണ്ട്, ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആകാൻ കെൽപ്പുള്ള ഒരാളാണ്. പക്ഷേ ബുദ്ധിശൂന്യത കാരണം അവർക്കത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. ആരാരും അടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്. എന്താണ് പ്രശ്നം? ഗെയിം സ്ട്രാറ്റജിയാ, കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ നോക്കിയതാ. നിങ്ങൾ മറ്റൊരുത്തനെ ഇൻസൾട്ട് ചെയ്തിട്ടല്ല ഗെയിം സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ആരോട് പണയാൻ, എന്ത് പണയാൻ. ഓക്കെ, അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ കുറേ പസിലുകൾ കിട്ടുമല്ലോ. ഈ പസിലുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഓരോ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. ഈ ഇമേജിനകത്തൊന്ന് സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോന്ന്. ഇവിടെ നിൽക്കുന്ന ആൾക്ക് തലയില്ല, ഏതാണ്ട് ഇവിടെ ഒരു തലയുടെ പകുതി മാത്രം നിൽക്കുന്നു. ഇതെന്താണെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഈ പസിൽ ശരിയായില്ല, അങ്ങനെ ഈ പസിൽ ശരിയാക്കി. ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു പ്രത്യേകത, പസിലുകൾ മാത്രം വ്യത്യാസമുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ആദ്യത്തെ ടീമിന് വന്ന പാളിച്ചകൾ മറ്റാൾക്ക് തിരുത്താം. അതാണ് ബേസിക് സാധനം. പക്ഷേ ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പാളിച്ച മറ്റാൾ തിരുത്തത്തില്ല. ആദ്യം ചെയ്ത ടീമാണ് ഏറ്റവും അതിമനോഹരമായി മനോഹരമണി ചിത്രം എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചത്. ബാക്കി എല്ലാണോ പരാജയപ്പെട്ടു. സോ ആദ്യത്തെ ടീമിന് മാത്രം ബുദ്ധിയുണ്ട്. ഈ ബിഗ് ബോസിനോട് ഇത്രയും അലമ്പ ടീംസ് എവിടുന്ന് കിട്ടുന്നു എനിക്കറിയാം. 10,000 പേരെന്താണ് വന്നതല്ലേ പറഞ്ഞേ. എന്നിട്ട് ഏറ്റവും മോശത്തിനെ മാത്രം പെറുക്കിയെടുത്ത് കുറേ എണ്ണത്തിന് ഇട്ടിരുന്നു. എല്ലാവരും അങ്ങനെ ഇല്ല കേട്ടോ, കുറച്ച്. നമുക്ക് വേറൊരു ചെറിയ ക്ലിപ്പിംഗ് കൂടെ കാണാം കേട്ടോ. Pooja, we have noticed you. പൂജ പിന്നെയും എന്നെ തല്ലണ്ടമാവൂല്ലോ. അതാണ് പൂജയുടെ ഒരു സെറ്റപ്പ്. എത്ര നാണം കെടുത്തിയാലും ഒരു എളുപ്പമില്ലാതെ പിന്നെ അത് തന്നെ. എങ്ങനെ സാധിക്കുന്നുണ്ട് പൊന്നു കുഞ്ഞിനെ കൊണ്ട് ഇതൊക്കെ? നിർത്തി താറ്റി വീഴുക അവര് ജഡ്ജസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുള്ള ഗെയിം അല്ല. നിങ്ങൾ ഈ കളിക്കുന്നതിനകത്ത് കാണിക്കേണ്ട ഗെയിമാണ്. ഇതിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്? 3 ജഡ്ജസ് ഉണ്ട്. നിങ്ങൾക്ക് പബ്ലിക് വോട്ടിംഗ് ഇല്ല. ഈ ജഡ്ജസ് ആണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് തീരുമാനം. സോ ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട സാധനം. അത്രയ്ക്ക് പോലും ചിന്തിക്കാനുള്ള ബേസിക് സെൻസ് നിങ്ങൾക്കില്ലേ? ജഡ്ജസ് യു ആർ എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എലിമിനേറ്റഡ് ആയി. ജഡ്ജസ് യു ആർ ഇൻ, നിന്റെ പെർഫോമൻസ് കൊള്ളാമെന്ന്. അതാണ് അതിനകത്തെ മാർക്ക് ഇടുന്ന ഇവാലുവേഷൻ പ്രോസസ്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് പോയിരിക്കുക. കണക്ക് പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് അതിനകത്ത് ഹിസ്റ്ററി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുമോ? ഇല്ല. അപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കണക്കെഴുതണം. നിങ്ങൾ അഗ്നിപരീക്ഷയിൽ മത്സരിക്കുമ്പോൾ അഗ്നിപരീക്ഷയാണ് മത്സരിക്കേണ്ടത്. അല്ലാതെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ കപ്പ് ഞാൻ തൂക്കും എന്ന് ഈ പൂജ കേട്ടോ പറഞ്ഞു. കപ്പ് എനിക്കുള്ളത് കേട്ടോ, കപ്പ് എനിക്കുള്ളതാ, ഈ കപ്പ് എൻ്റെയാണ്. ഏതാ ചായ കുടിക്കുന്ന കപ്പിൻ്റെ കാര്യമാണോ പൂജ ഉദ്ദേശിച്ചേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നടക്കും. ബിഗ് ബോസ് കപ്പ് പൂജയ്ക്കൊന്ന് കാണാൻ പോലും പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് പൂജ പെർഫോമൻസ് എങ്കിൽ. അല്ല, അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് കൂടുതൽ കഥയൊന്നുമില്ല. അങ്ങനെ മാറ്റിയും തിരിച്ചും ജഡ്ജസിന് വഴക്ക് പറയാനായിട്ട് ഒരു പൂജ. എനിക്ക് തോന്നുന്നു പൂജ ചെണ്ടയാന്ന് തോന്നുന്നു. ചുമ്മാ ഇരിക്കുമ്പോഴും അങ്ങോട്ടും പോകുമ്പോഴും അഖിൽമാരെ ടങ് റെഡി, തിരിച്ചു വരുമ്പോൾ എഞ്ചിന് ടിങ് റെഡി, റിയാസ് മാത്രമേ ടക്കൊന്ന് റെഡി. ഇതാണ് പൂജയ്ക്ക് അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പൂജയെ നമ്മൾ ഇത് മുതൽ ചെണ്ട എന്ന് വിളിക്കുന്നു. ഇന്ന് മുതലല്ല, ഇപ്പോൾ ചെണ്ട എന്ന് വിളിക്കുന്നു. ബാക്കിയാണ്. Ma'am, actually, we are not interested. I don't care what you have to say. മാഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് താഷി ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ജാസി ഗിഫ്റ്റ് അങ്ങോട്ടൊരു ലജ്ജാപതിയെ പാടിയപ്പോൾ നിന്റെ കേൾക്കണ്ട, താല്പര്യമില്ല, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് പാറ്റി വിട്ടു. എന്നാ പൂജ നന്നാവോ? ഇല്ല, എന്തിനു നന്നാവണം? പൂജ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ഈ ഒരു ടാസ്കിനകത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾക്ക് മറ്റേ കഴുത്തിടുന്ന ഇൻഫിനിറ്റി ടാഗ് കൊടുക്കും. ഇൻഫിനിറ്റി ടാഗിന് എന്തൊക്കെയോ പവർ ഉണ്ട്. ആ പവർ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഓരോ എപ്പിസോഡിലും ഓരോ പവറാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തവണത്തെ പവർ പറഞ്ഞിട്ടില്ല. ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത 3 പേരെ ടീം അംഗങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നോമിനേഷൻ പ്രക്രിയയില്ലേ, നിങ്ങൾ വ്യക്തമായ ഇതോടെ നോമിനേഷനിലേക്ക് ഇതിടാനുള്ള 2 പേരെ കാര്യകാരണ സഹിതം ബോധിപ്പിക്കേണ്ടതാണ് എന്ന് പറയത്തില്ലേ. അതുപോലെ ഇതിനകത്ത് 3 പേരെ നോമിനേറ്റ് ചെയ്യണം. ആ 3 പേരെ എടുത്തിട്ട് ഔട്ട് ഹൗസിലേക്ക് ഇടാം, അതായത് ഡേഞ്ചർ സോൺ. അങ്ങനെ ഈ പുള്ളിക്കാരനാണ് നമ്മുടെ ഇൻഫിനിറ്റി ടാഗ് ഇവരുടെ കൂട്ടത്തിൽ കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒരു കുട്ടി ക്ലിപ്പിംഗ് കൂടെ കണ്ടാലോ? ഒരു കുറുമ്പടം പാക്കലാമാ. അത്രയും കുറച്ചത് കൊണ്ടാണ് ബർഗർ കഴിച്ചു തീരുന്ന സമയത്ത് നിങ്ങൾ കണ്ട ഷിജുവിന് ഏതാ ഇൻഫിനിറ്റി ടാഗ് കിട്ടി. അപ്പൊ പൂജ ഇടുന്നു ഇൻഫിനിറ്റി ടാഗ്.
എന്താണ് പൂജ, ഒരാൾക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ പൂജയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. എന്നാൽ പൂജ എന്തെങ്കിലും മാങ്ങാത്തൊലി ഇതിനകത്ത് മേടിച്ചോ, അതുമില്ല. എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാലോ, ദിസ് ഈസ് അൺഫെയർ, ദിസ് ഈസ് നോട്ട് ഡെമോക്രാറ്റിക്, ഇത് അൺഫെയർ ആണ്, എനിക്ക് വീണ്ടും ചാൻസ് തരണം. ഇത് മാത്രമേ പൂജയ്ക്ക് പറയാൻ അറിയൂ. സത്യത്തിൽ ഈ ഒരു എപ്പിസോഡ് പൂജ തൂക്കി ചുവന്ന കരങ്ങളോടാണോ തൂക്കിയെന്ന് അറിയത്തില്ല. പൂജ ഏതായാലും പൂജയെ തൂക്കിയോന്ന് അറിയത്തില്ല. എന്തായാലും ആരെയൊരാൾ തൂക്കി. നമ്മൾ ഈ കളി തോറ്റാലും യാതൊരു വിധത്തിലും ആരെയും കുറ്റപ്പെടുത്തത്തില്ല എന്നൊക്കെ തീരുമാനം എടുത്തിട്ടാണ് ഇവരെല്ലാം തുടങ്ങുന്നത്. ഇവരെല്ലാം മറ്റേ ക്രിക്കറ്റ് മത്സരം തുടങ്ങുമ്പോൾ എല്ലാവരും തോളെ കൂടെ കൈയിട്ടിട്ട് ഇങ്ങനെ സംഘം ചേർന്ന് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യത്തില്ലേ, അതുപോലെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഇവർ തുടങ്ങുന്നത്, ആരേത് പ്രോസസ്സ് ആദ്യം തുടങ്ങണമെന്നൊക്കെ. അങ്ങനെ ഇവർ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോഴത്തേനും ആദ്യം നമ്മൾ ഒരു ഡംബിളൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ റിയാസോ മാരാരോ രഞ്ജിനിയോ ഒരു ടാസ്ക് പറയും, ഒരു വെയിറ്റ് പറയും. ആ വെയിറ്റ് ഉണ്ടെന്ന് മുഖത്ത് എക്സ്പ്രഷൻ കാണിച്ചുകൊണ്ട് മറ്റേ കല്യാണരാമൻ്റെ അകത്ത് ഇന്നസെന്റ് ചെയ്യുന്ന പോലെ ഭാരതം എന്നാൽ ആ സാധനം മറ്റേ വെയിറ്റ് വെക്കുമല്ലോ, അതേപോലത്തെ ഒരു സെറ്റപ്പ് ഇവർ അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ അഭിനയത്തിന് സ്കില്ലുള്ളവർ വേണം ഇതിനകത്ത് വിടാൻ. പൂജയാണ് വിട്ടത്, അഭിനയത്തിൽ കെങ്കേമി. പൂജ അവിടെ വന്നിട്ട് കാണിക്കുന്ന കുറച്ച് ഷോ ഞാൻ കാണിച്ചു തരാം. പൂജ മാക്സിമം ഇതുവരെ എത്ര വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഇതുവരെ വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്തിട്ടില്ല സോ. ലിഫ്റ്റ് ചെയ്തിട്ടില്ല? അവനെ അങ്ങ് താറ്റി. ആരാ? റിയാസിനെ. എന്റെ പൂജ, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവരിപ്പോൾ ഈ ചെയ്ത ടാസ്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. റിയാസ് നിങ്ങൾക്കറിയാലോ, പൂജ പറയൂ പൂജ, ഇതാണ് റിയാസ് അലി. അപ്പൊ റിയാസിനോട് തിരിച്ച് പറയൂ റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കളിയാക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. അവനത് അങ്ങനെ തന്നെ ഫീൽ ചെയ്തു. അവനത് വളരെ പേഴ്സണലായിട്ട് എടുത്തു. ഇത് റിയാസ് ഈ പൂജ മാത്രമല്ല, പൂജയുടെ കൂടെ കളിക്കാൻ വന്ന കൂട്ടുകളിക്കാരിയും ഇതേ സാധനം തന്നെ ചെയ്തു. അതായത് ഒരാൾക്ക് തമാശ ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പൊറയുടെ കുട്ടോ, അതല്ല തമാശ. നിങ്ങൾ ആദ്യം ചെയ്ത രാകേഷ്, ആ മുടി നരച്ച പുള്ളിയില്ലേ, പുള്ളി അത് പിന്നെ ഫണ്ണാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഫണ്ണെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അശ്ലീലവും പൊറയുടെ ഇതാണ് നിങ്ങളുടെ തമാശ. ഓക്കെ, മറ്റേ കുട്ടിയുടെയും സൂപ്പർ കളി ഞാൻ കാണിച്ചു തരാം. എന്നാ കൂതർ ആക്ടിങ് എന്നറിയോ നിങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നേ. എനിക്ക് 3 ആഴ്ച കൊണ്ട് വെയിറ്റ് പൊക്കണം, പൊറയുടെ കുട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മ വന്നു, ഒന്നും പറയാൻ പറ്റത്തില്ല, സദസ്സിൽ പറയാൻ പറ്റത്തില്ല, അതാ പ്രശ്നം. അങ്ങനെ ഇവര് രണ്ടുപേരും വെയിറ്റ് പൊക്കിയില്ല. വെയിറ്റ് പൊക്കാത്തതിന്റെ അവരെക്കാട്ടിലും വെയിറ്റ് കൂടുതലുള്ള വെയിറ്റ് ആണ് ഈ വെയിറ്റ്. അതുകൊണ്ട് ഇതിനെക്കാട്ടിലും തലക്കാനം എന്റെ തലക്കകത്തുണ്ട്. ഞാൻ എന്തിന് ഈ കൂതറക്കാനം പൊക്കണം എന്നൊരു സെറ്റപ്പാണ് അവരെടുത്തത്. സോ അവർ രണ്ട് വെയിറ്റ് പൊക്കിയില്ല, കാരണം അവർക്ക് പൊക്കാൻ പറ്റത്തില്ല, പൊറയിടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ടീമിൽ ഇല്ല ഇൻഫിനിറ്റി ടാഗ് കിട്ടിയത് ഈ പുള്ളിക്കാരിക്കാണ്. പുള്ളിക്കാരി ഇൻഫിനിറ്റി ടാഗ് മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടീമിലെ ഇൻഫിനിറ്റി ടാഗ് ദാണ്ട് ഈ പുള്ളിക്കാരനാണ് കിട്ടിയത്. ഇത് ഗെയിം ഒന്നും പറയുന്നില്ല, നൈസ് ഗെയിം. നമ്മൾ ഒരേ സാധനം തന്നെ വീണ്ടും ഇട്ട് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നന്നായിട്ട് കളിച്ചാട്ടോ, ഈ ടീം നന്നായിട്ട് കളിച്ചു. അടുത്ത ടീമിൽ ഇൻഫിനിറ്റി ടാഗ് കിട്ടിയത് ഈ പുള്ളിക്കാരന് ഇൻഫിനിറ്റി ടാഗ് കിട്ടിയത്. ഇത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ 10-20 പേരെ കണ്ടായിരുന്നു. കുറേ ഇന്നലത്തെ 2 എപ്പിസോഡിൽ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ തെരഞ്ഞു നോക്കി, ശബ്ദമൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരനൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന ഭാഗം എലിമിനേഷൻ അഥവാ എവിക്ഷൻ എന്ന പ്രക്രിയയിലേക്ക് ഈ സാധനം പോയി. എവിക്ഷൻ്റെ അകത്ത് എങ്ങനെ എവിക്ഷനകത്ത് വരുന്നത്? നമ്മൾ ഈ ഒരു ടീം പെർഫോം ചെയ്യുന്നു. ആ ടീമിൽ നിന്നും 3 പേരെ മറ്റ് ടീം അംഗങ്ങൾ നീ പോടാ ഡേഞ്ചർ സോണിലോട്ട് എന്ന് പറഞ്ഞ് ഡേഞ്ചർ സോണിലോട്ട് പറഞ്ഞു വിടുന്നു. ആ 3 പേര് 3 പേര് 3 പേര് 3, 6, 9 ഇതിൽ നിന്നും കുറച്ച് പേരെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത് 4 പേരെ വെച്ചാണ് തോന്നുന്നു എവിക്റ്റ് ആക്കി വിടുന്നത്. അങ്ങനെ അവരെ പിടിച്ച് എലിമിനേഷനിലോട്ട് ഇട്ടു. അതിൽ നിന്നും ജഡ്ജസ് ചൂസ് ചെയ്യും ആര് എവിക്റ്റ് ആണെന്ന്. ആര് ചൂസ് ചെയ്യും? ജഡ്ജസ് ചൂസ് ചെയ്യും. റഫറിയുടെ തീരുമാനം അന്തിമമാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ ഒരു അവകാശവും ഇല്ല എന്നും പറഞ്ഞിട്ട് ജഡ്ജസ് ചൂസ് ചെയ്യും. ജഡ്ജസ് ചൂസ് ചെയ്ത് ആരെയാണെന്നറിയോ? കണ്ടസ്റ്റന്റ് നമ്പർ 1 എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുന്നു ഈ കുട്ടി എന്താ ചെയ്ത്? വെയിറ്റ് പൊങ്ങുന്നില്ലടോ, എന്ത് ചെയ്യണപ്പെടാ എന്ന് പറഞ്ഞ് റിയാസിനെ കളിയാക്കി. ഓക്കെ, ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ജഡ്ജസിനെയാണ് നിങ്ങൾ ഇംപ്രസ് ചെയ്യേണ്ടത്. ജഡ്ജസിനെ വേണം നിങ്ങൾ കയ്യിലെടുക്കാൻ. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയതിന് ശേഷമാണ് ഈ ജഡ്ജസ്, ഇപ്പം നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ജഡ്ജസ്, മനസ്സിലായോ? നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുമ്പോൾ ഓഡിയൻസ് ആണ് നിങ്ങളുടെ ഡിസിഷൻ എടുക്കുന്നത്. അത് അവരുടെ റെപ്രസെൻറ്റേഷനാണ് ഈ അഖിൽമാരെ, രഞ്ജിനി ഹരിദാസ്, റിയാസ് അലി. 3 എക്സ്ട്രീം സൈക്കോ ക്യാരക്ടറുകൾ
അവരെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ സാധനം. ഇനി ഹൗസിലേക്ക് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾ ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യിക്കേണ്ടത്. സോ ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല, അവരെ കളിയാക്കി താറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാവും. ഒരു തർക്കവും ഇല്ലാത്ത കേസാണ്, നിങ്ങൾ ഔട്ടാവും. അവരുടെ തീരുമാനം അന്തിമവുമായിരിക്കും. എങ്ങനെ ചോദ്യം ചെയ്യും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. ഓക്കെ, രണ്ടാമത് എവിക്റ്റ് ആയത് ഈ പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരനും പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടില്ല. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് പല ആൾക്കാർ ഈ ബിഗ് ബോസിലേക്ക് വന്നത്. എന്നിട്ട് ഇങ്ങനെ എവിക്റ്റായി പോകുമ്പോൾ ഭയങ്കര ഒരു മോശം ഫീലാണ്. കുഴപ്പമില്ല, ഇതിലും വലിയ നമുക്ക് അച്ചീവ് ചെയ്യാം. പിന്നെ വിക്റ്റായി പോയത് ഈ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പറയുന്നത് എന്നേലും മോശമായിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇത് ഏത് ടീം എന്നറിയോ? ഈ ടീം അല്ല, മറ്റേ പൂജയുടെ ടീമില്ലേ, പൂജ ഉൾപ്പെട്ട ടീം, ആ ടീമാണ് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ടീമാണ് എലിമിനേഷനിൽ വരുന്നത്. അതിൽ നിന്നുമാണ് ഈ എവിക്ഷൻ നടക്കുന്നത്. ആ എൻറ്റയർ ടീം മൊത്തത്തിൽ വന്ന്, ആ ടീം ഫുള്ളായിട്ട് വന്ന് അതിൽ നിന്നാണ് ഈ എവിക്ഷൻ നടക്കുന്നത്. ഈ ഡേഞ്ചർ സോണിൽ പോയവരെ എന്തോ അവരെ എവിടെ കണ്ടുപിടിച്ചിട്ട്. അതുപോലെ തന്നെ ജയിച്ച ടീമുണ്ടല്ലോ, അവരുടെ ഈ 3 പേരെ മോശം പെർഫോമൻസ് എവിക്ഷനിൽ വന്നെന്നുള്ളത് റിമൂവ് ചെയ്തു, മാറ്റി. അത് കുഴപ്പമില്ല, അവർ രക്ഷപ്പെട്ടു. ഇനി ഇതിനകത്ത് എവിക്റ്റ് ആയ അടുത്ത ആളെന്ന് ആരാന്നറിയാമോ? പൂജ ഇനി വീട്ടിൽ പോയി പൂജ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പൂജ എവിക്റ്റായി. വെരി 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 ഫെയർ എവിക്ഷൻ. അതാണ് പൂജയുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ആയത്. കാരണം പൂജ ഓരോ എപ്പിസോഡ്, ആദ്യത്തെ എപ്പിസോഡിൽ പൂജ ഇല്ല, മറ്റേ പൂജ അതൊരു പാവം പൂജ, അല്ല പാവം പൂജ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ പൂജ ഒരു മൂലയ്ക്ക് ഒരു പൂച്ചക്കുട്ടി പോലെ ഇരുന്നത്. ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്തൊരു പൂജ ഇത്! ഈ പൂജയുടെ എന്തൊരു ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഇറിറ്റേറ്റിംഗ്. സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമില്ല. മര്യാദ എന്ന് പറയുന്ന പരിപാടി കൊച്ചിന് അറിഞ്ഞുകൂടാ. അതേപോലെയാണ് പെർഫോം ചെയ്തത്. റിയൽ ലൈഫിൽ അങ്ങനെ നമുക്കറിയാൻ പാടില്ല, നമ്മൾ ആവശ്യമില്ലാത്ത കഥയൊന്നും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ എവിക്റ്റായി പോയിട്ട് ഈ പൂജ എന്നെ ചെയ്തു, റീൽസിൽ വന്നിട്ട് തകർക്കും, പേര് കേട്ടറിഞ്ഞു അത്രതില്ലേ. അങ്ങനെ പൂജ റീൽസിൽ വന്നിട്ട് കുറെ സാധനങ്ങൾ പറിച്ചു വിട്ടു. റീൽസിൽ പറിച്ചു വിട്ട സാധനം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ, റീൽസിൽ പറ പൂജ പറ. ഹലോ, വീണ്ടും 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 പൂജ. അപ്പൊ ബിഗ് ബോസ് വീണ്ടും 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 പൂജ പറ. 4ാമത്തെ എപ്പിസോഡിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എലിമിനേറ്റ് ആയി. മലയാളക്കര ഒന്നടങ്കം ആഘോഷിക്കുന്ന സുദിനമാണിത്, എൻ്റെ എലിമിനേഷൻ. കാരണം ഞാൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പൂജക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. റിയൽ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരിക്കും അല്ലേ? പൂജക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പൂജ എന്തിനാ പുറത്തു പോയെന്നുള്ളത്. ഓക്കെ, യു ആർ എ ഗുഡ് ബേബി മെറ്റീരിയൽ. ബുദ്ധി പോലുമില്ല. ഓക്കെ, ഫൈൻ. 2 കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഒന്ന് എൻ്റെ ഹേറ്റേഴ്സിനോട്, ഒന്ന് എൻ്റെ സപ്പോർട്ടേഴ്സിനോട്. എൻ്റെ സപ്പോർട്ടേഴ്സിനോട് വളരെ താങ്ക്സ് ഉണ്ട്. ഞാൻ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് കുറേ മോട്ടിവേറ്റ് ചെയ്ത് അവന്മാരെ ആദ്യം മടൽ വെട്ടിയടിക്കണം. ഇല്ല, ഒരു പടത്തി ഇവൻ പറയുമല്ലോ, നെവിൻ പോളി പറയുമല്ലോ, എന്നെ ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ച് പല കുഴിയിലും ചാടിക്കുന്നവനാണ് നീ എന്ന് വേണം ആ സപ്പോർട്ടേഴ്സിനൊട്ട് പറയാൻ. സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അതിനെ എന്ന് പറയുന്നവന്മാരല്ല. നിങ്ങളുടെ പോരായ്മയെ ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾക്ക് എന്തോന്ന് ഹേറ്റർ, എന്തോന്ന് സപ്പോർട്ട്. നിങ്ങൾ എത്ര ദിവസം ഹൗസിനകത്ത് നിന്നു? ഹേറ്റേഴ്സിനെ സപ്പോർട്ടേഴ്സിനൊന്നും ഉണ്ടാക്കാറായില്ല. നിങ്ങളുടെ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന കുറച്ച് ആളുകൾ, അത്രേ ഉള്ളൂ. ആ ഹേറ്റേഴ്സ് സപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ടാവണേ കുറച്ച് സമയം എടുക്കും. അത്രയ്ക്കൊന്നും പോയില്ല കുഞ്ഞെ നിങ്ങൾ. അതേപോലെ തന്നെ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. വളരെ താങ്ക്സ്. പിന്നെ എൻ്റെ ഹേറ്റേഴ്സിനോട് ഐ എം റിയലി ഗോയിങ് ടു മിസ് യു ഗൈസ്. ലൈക്ക് എൻ്റെ ഹേറ്റേഴ്സും ട്രോളേഴ്സും കാരണമാണ് എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ അറിയാനൊക്കെ ഇങ്ങനെ സാധിച്ചത്. ഇവരൊക്കെ കാരണമാണ്. വളരെ നന്ദിയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പുതിയൊരു യൂട്യൂബർ അൺലോക്ഡ്, പുതിയ ഇൻഫ്ലുവൻസറിന്റെ ജന്മമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജിതിൻ രാംദാസ് എന്ന അത് വൻമരം വീണ് വേറെ ഏതോ വൻമരം പൊട്ടിമുളച്ച് വന്നു എന്ന് പറയുന്ന പോലെ ഏതോ ഒരു വൻമരത്തിനെ തള്ളി ഇനി മുതൽ ഇൻഫ്ലുവൻസർ പൂജ ഓൺ ദ സ്റ്റേജ് ബാക്കിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ ആരെ വലിച്ചു കീറുമെന്ന് എനിക്കറിയില്ല. നമുക്ക് വലിച്ചു ഇഷ്ടം പോലെ ആളുണ്ട്. പൂജേനെ ഒന്നും വലിച്ചു കീറിയിട്ടേ ഇല്ല. അത് അത്ര സമയമായിട്ടില്ല കുഞ്ഞെ. കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും നിങ്ങൾ പോയി. അതാണ് പ്രശ്നം. അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങളെ വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഓക്കെ, നമുക്ക് മിസ് കുറേ ടോൾ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട്. വളരെ നന്ദി. പിന്നെ ഈ ഒരു എലിമിനേഷൻ പക്ഷേ ഈ ഒരു എലിവേഷൻ എസ്കലേറ്റർ എലിമിനേഷൻ ഇതൊക്കെ ടെൻഷൻ കൊണ്ട് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പൂജയ്ക്ക് ശരിക്കും സന്തോഷമാണോ സങ്കടമാണോ? ആ കണ്ണുനീര് തുറച്ചിട്ട് പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഇനിയെങ്കിലും ഉള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ഈ ജഡ്ജസിനെ കൊണ്ട് നല്ലതെന്ന് പറയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാലൻറ്റ്. അതാണ് നിങ്ങൾ കാണിക്കേണ്ട സ്കില്ല്. നിങ്ങൾ ഗെയിമിൽ കിടന്ന് തലകുത്തനെ പറഞ്ഞാലും
സൂപ്പറായിട്ട് പെർഫോം ചെയ്താലും നിങ്ങൾ എവിക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഗെയിം വെച്ചിട്ടല്ല നിങ്ങൾ എവിക്റ്റ് ചെയ്യുന്നത്. ജഡ്ജസിന് അവൻ കൊള്ളൂല, അവൻ വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ വേണ്ട, ഔട്ട്. റഫറിയുടെ തീരുമാനം അന്തിമമാണ്, ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓണക്കളിയിൽ വടംവലിയിൽ ഈ ടീം ജയിച്ചിരിക്കുന്നു. ഇതാണ് സംഭവം. ഈ ഒരു എലിമിനേഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ? കുറെ ആൾക്കാർ അൺഫെയർ എലിമിനേഷൻ ആണ്, അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറയുന്നു. അതൊരു TV ഷോ. ആരാ അത് പറഞ്ഞേ? അത് പറഞ്ഞ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ടോ? നീ ഇവിടെ അൺഫെയർ എനിക്ക് തോന്നുന്നു മറ്റേ വേറെ മൂക്കുത്തിയിട്ടൊരു കൊച്ചുണ്ടായിരുന്നില്ല, അതിനെ മാത്രം അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ആണ്. ഇപ്പം എന്തൊക്കെ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാലും ഫൈനൽ തീരുമാനം ജഡ്ജസിൻ്റെ ആണോ മേക്കേഴ്സിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ അവർക്ക് ഞാൻ അവിടെ ആ ഒരു ഷോയിൽ വേണ്ടാന്ന് തോന്നി, അത് കാരണം അവരെന്നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ദാറ്റ്സ് ഓൾ. എനിക്ക് ആ ഒരു സ്റ്റേജിൽ ഇരുന്നിട്ട് ഇത് അൺഫെയർ ആണ്, എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രയൊക്കെ സൗണ്ട് വെച്ചിട്ടും കാര്യമില്ല. കാരണം ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് തന്നെ അല്ലയോ അതിനകത്തോട്ട് കയറിപ്പോയേ? ഇതൊക്കെ വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നല്ലോ. അൺഫെയർ എന്ന് പറഞ്ഞാലൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഒരു സാധനത്തിന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാഞ്ഞിട്ട് അത് അൺഫെയറാ. ഞാൻ സൂപ്പറായിരുന്നു കേട്ടോ, അത് അൺഫെയർ കൊണ്ടാ പോയത്. അല്ല, ആര് ഈ അൺഫെയർ? ഇതിനകത്ത് എന്താണ് അൺഫെയർ ആയിട്ട് ചെയ്തത്? നിങ്ങളുടെ എവിക്ഷനാണ് അതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. പൂജ സത്യമായിട്ടും പരമ വെറുപ്പിലായിരുന്നു കേട്ടോ. പൂജ വളരെ ഫെയർ ആണ് എന്ന് പൂജ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാരേടെ പറയുന്നു പൂജ എന്താണ് ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും നിനക്കെന്തോ അറിയാം, ഞാൻ ഇവിടെ ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ചെയ്തത്, ഇത് ഞാൻ ചെയ്യും, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പൂജ പറയാതെ പൂജ എന്തിനാ മിണ്ടാതെ അവിടെ കുത്തിയിരുന്നേ? എലിമിനേറ്റഡ് എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തിനു മോങ്ങിയത്? ഈ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ഒരു കുട്ടി വളരെ ശക്തമായി പറഞ്ഞല്ലോ ഇത് അൺഫെയർ ആണ്, എന്റെ തെറ്റുകൊണ്ടല്ല ഞാൻ വന്നത്, ഇവർ കാണിച്ച തെറ്റുകൊണ്ടാണെന്ന് പറഞ്ഞില്ല. അതുപോലെ പറയാനുള്ള ബോധം എന്തുകൊണ്ട് പൂജയ്ക്ക് ഉണ്ടായില്ല? ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ ഫെയർ ആണ് എന്ന് പൂജയ്ക്ക് തന്നെ തോന്നിയിട്ടില്ലേ സാധനം? പുറത്ത് വന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്ദാബാ അൺഫെയർ ആണ് ഡെമോക്രസി എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാണ്. അതൊരു അവരുടെ പ്ലാറ്റ്ഫോമാണ്, അവിടെ കയറി എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി, ഞാനിപ്പോൾ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ കാലുകുത്തി നിൽക്കുന്ന ഇന്ത്യ എന്ന എൻ്റെ ഡെമോക്രാറ്റിക് കൺട്രിയിലാണ്. ഇവിടെ എനിക്ക് നിന്നിട്ടോ എൻ്റെ സിസ്റ്റത്തിനെയോ സ്റ്റേറ്റിനെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പൂജ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനകത്ത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത്, സ്വേച്ഛാധിപത്യം ആണ് എന്നല്ലേ? ആണ്. അതെ, അത് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പോയത്? ഇതിനു മുമ്പ് 7 സീസണുകൾ ഇവിടെ സംഭവിച്ചു. 7 സീസണിൽ ഒരെണ്ണത്തെങ്കിലും ഇത്തവണ ബിഗ് ബോസ് ഭയങ്കര ഫെയർ ആയിരുന്നു കേട്ടോ എന്ന് അഭിപ്രായം ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ള ഒരു സീസൺ ഉണ്ടോ? അപ്പം നിങ്ങൾക്കറിയാം അവിടെ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അവർക്ക് റേറ്റിംഗ് ആണ് വേണ്ടത്, അവർക്ക് റീച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർ ചെയ്യുള്ളൂ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. അപ്പോൾ അതിനെതിരെ കളിച്ച് അവരെ കൊണ്ട് ഇത് ഞാനാണ് കിടിലെന്ന് ചിന്തിക്കുന്നതല്ലേ നിങ്ങളുടെ ടാലൻറ്റ്. നിങ്ങൾക്ക് ആ ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു വന്നത്. അതിനെ അത് അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് പോയതാണ് ഈ ബിഗ് ബോസ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ, ഇതിന് മുമ്പ് പോയ കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും ഇത് ഡെമോക്രാറ്റിക് ഇല്ല, ഇത് അൺഫെയർ, ഇത് ജനങ്ങളുടെ ജീവിതം തൊലക്കായിട്ടുള്ള ഷോ. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തോത്തിന് അതിനകത്തോട്ട് പോന്നേ? ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ ഓപ്പർച്യൂണിറ്റി പൂജ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് എടുത്തു. അതിനുശേഷം ഒരു ഇൻഫ്ലുവൻസറായിട്ട് ഉദയം ചെയ്തു. ഇപ്പോൾ വന്ന് റീലി ചറപറാന്ന് ചാമ്പിയിട്ട് അത് എനിക്ക് ഭയങ്കര കഴിവായിരുന്നു, കപ്പ് കിട്ടേണ്ടത് എനിക്ക്. പൂജയല്ലേ കപ്പ് അടിക്കുമെന്ന് പറഞ്ഞേ? കപ്പ് ഒന്ന് കാണിക്കാമോ? കപ്പ് ഗുപ്തൻ പണ്ട് ഊതി കുടിച്ച കപ്പേ കിട്ടത്തുള്ളതെന്നാണ് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രെയിലർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ എവിക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരും. കാരണം ഇപ്പം എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഓഫീസൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും വരും. ഇനി അതൊരു 2-3 വ്ളോഗായിട്ട് എത്തുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നോ, ഈ കണ്ടസ്റ്റൻസ് എല്ലാം പുറത്തു വന്ന് വീഡിയോ ഇടുന്നുണ്ട്. അതൊന്നും തെറ്റല്ല, നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ സാധിക്കത്തൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ അതിനകത്ത് കാണിച്ചത് മൊത്തവും ആയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കിടന്ന് ന്യായം വിളമ്പിട്ടൊന്നും കാര്യമില്ല. ആൾക്കാർ അടിച്ച് പഞ്ഞിക്കിടുവന്നേ ഉള്ളൂ. ഇതാണ് ബിഗ് ബോസ്. എനിക്ക് പൂജയുടെ എവിക്ഷൻ എനിക്ക് ഭയങ്കര ഫെയർ ആയിട്ട് തോന്നി. കാരണം പൂജ മുന്നോട്ട് പോയാലും ചുമ്മാ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കത്തുള്ളൂ, അല്ലാതെ ഒരു ഫെയർ ഗെയിം പൂജ ഇതുവരെ ഫെയർ ഒരു നല്ല സാധനം എനിക്ക് പൂജ അടുത്തും തോന്നിയിട്ടില്ല. ഈ ബേസ് മിനിമം ഞാൻ പറയാം, ഇവരോട് ഈ കട്ട പൊക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വെയിറ്റ് പൊക്കാൻ. ഇപ്പം പൂജയും മറ്റേ കൊച്ചും 2 പേരും റിയാസിനെ ട്രോളി, 2 പേരും റിയാസിനെ ഒരുമാതിരി കളിയാക്കുന്ന സാധനമാണ് ചെയ്തത്. 2 വിക്റ്റായിപ്പോയി, 2 തൂക്കിയാൻ വെളിയിൽ കളഞ്ഞ്. അതായിരിക്കാം ഒരുപക്ഷെ റീസൺ. ആ വെയിറ്റ് പൊക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. ഇവരത് പൊക്കിയില്ല. മറ്റു ടീം അംഗങ്ങളെല്ലാം എന്തുപോലെ കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ആ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ 2 മാറിപ്പോയി എന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവരത് ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു, നമ്മളത് പൊക്കില്ല. നമ്മളവിടെ വന്നിട്ട് റിയാസിനെ കുറ്റോ ആ സാധനം ചെയ്യുമ്പോൾ അവർ ഫിക്സ്ഡ് ആയിരുന്നു, അവരത് തന്നെ ചെയ്തു.
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് സംഭവിച്ചു. രണ്ടെണ്ണവും പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തൊക്കെ തരുമോ അളിയ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി രണ്ടും കൂടെ വെളിയിലോട്ട് പോയി. ഇതൊക്കെയാണ് എന്നത്തെ ബിഗ് ബോസ് എപ്പിഡോസ് നമ്പർ 4 സംഭവിച്ചത്. ഇനി 5 കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നു. എനിക്ക് കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു, അടിപൊളി, ഫാന്റാസ്റ്റിക്. പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരെ പണ്ട് മുട്ടായി വർക്കലൊക്കെ പോലെ കളിപ്പിക്കുന്ന ഗെയിം ആണെങ്കിലും കണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തു. ഇതിനകത്ത് ഈ വീഡിയോ ഞാൻ എൻ്റെ മറ്റൊരു ചാനലായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ അതും കൂടെ ഫോളോ ചെയ്ത് നോക്കൂ. സ്ട്രൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പിള്ളേ പറയാൻ പറ്റില്ലല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ